തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ട്രെയിനിന് ആലുവയിൽ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. വെള്ളിയാഴ്ച മുതലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. രജീഷ് നനുക്കുരി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രജീഷ്, മലബാർ മേഖലയിലേക്കുള്ള ജനശതാബ്ദി അത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു തീവണ്ടി കൂടിയാണ്. ആലുവയിൽ സ്റ്റോപ്പില്ല എന്നത് എറണാകുളത്തേക്ക് പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതേതായാലും പരിഹരിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും വിനീഷ, അങ്ങനെ തന്നെയാണ്. ഉച്ചയ്ക്ക് ഈ തിരുവനന്തപുരത്ത് അടുത്ത് കണ്ണൂരേക്ക് പോകുന്ന ട്രെയിനാണ് ആലുവയിൽ ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. 2 മിനിറ്റ് സ്റ്റോപ്പാണ് അനുവദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് അടുത്ത് രാത്രി കണ്ണൂരിലെത്തുകയും ഒപ്പം തന്നെ രാവിലെ കണ്ണൂരിൽ നിന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തും എത്തുന്ന ട്രെയിനാണ് ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. 2 മിനിറ്റ്, അതായത് 8:48 രാവിലെ ഇവിടെ ആലുവയിലെത്തുക, കണ്ണൂരിലെത്തുക. അതിനുശേഷം 2 മിനിറ്റ് അവിടെ സ്റ്റോപ്പ് അനുവദിച്ചു. ശേഷം തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരേക്ക് പോകുന്ന ട്രെയിൻ 7:19 അവിടെ എത്തുക. അവിടെ 2 മിനിറ്റ് സ്റ്റോപ്പാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 മിനിറ്റ് സ്റ്റോപ്പാണ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിക്ക് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി കൂടി സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. ഇത് എന്തായാലും യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ദീർഘകാലത്തെ യാത്രക്കാരുടെ ഒരു ആവശ്യം തന്നെയായിരുന്നു ആലുവയിൽ ജനശതാബ്ദി, കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന ആവശ്യം. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. വിനീഷ. ശരി രജീഷ്.